നമസ്കാരം. പ്രധാന വാർത്തകൾ. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SIക്കെതിരെ നടപടി. താമരശ്ശേരി പ്രിൻസിപ്പൽ SI ബിജുവിനെ സ്ഥലം മാറ്റി. വടകര വളയം പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റം. താമരശ്ശേരിയിൽ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ ഷിബില നൽകിയ പരാതി കൈകാര്യം ചെയ്യുന്നത് വീഴ്ച കാണിച്ചെന്ന പരാതി ഉയർന്നിരുന്നു. ഷിബിലയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് സ്ഥലമാറ്റമെന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന ഗ്രേഡ് SI KK നൌഷാദിനെ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ SI ബിജുവിനെ സ്ഥലം മാറ്റിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ അതിക്രമം. ഭക്തരെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിനടുത്ത് 3 സെക്യൂരിറ്റിക്കാർ ചേർന്നാണ് ഭക്തരെ തടഞ്ഞുവെച്ച് തട്ടിക്കയറി മർദ്ദിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാർ ഒരു ഭക്തന്റെ കൈ രണ്ടും പിറകിലേക്ക് പിടിച്ചു വച്ചിരിക്കുന്നതും മറ്റൊരു ഭക്തനെ ഷട്ടിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്. ക്യൂ നിൽക്കുന്നത് ചോദിക്കാൻ ചെന്ന ഭക്തർക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ക്രൂരമർദ്ദനം എന്ന അടിക്കുറിപ്പോടെയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ദേവസ്വത്തിനോ പോലീസിനോ ഇതുവരെ ഭക്തരുടെ പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ ഭക്തർ മർദ്ദിച്ചെന്നാരോപിച്ച് സെക്യൂരിറ്റി ജീവനക്കാർ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാണാതായ ഗ്രേഡ് SIയെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായ ഗ്രേഡ് SI അനീഷ് സുരക്ഷിതനെന്ന് സഹോദരൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അനീഷ് സുരക്ഷിതനാണെന്ന് സഹോദരൻ അറിയിച്ചത്. തന്റെ സഹോദരൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തുവെന്നും സുരക്ഷിതനാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അനീഷ് ചൊവ്വാഴ്ച വീട്ടിലെത്തുമെന്ന് അറിയിച്ചെന്നും കുറിപ്പിലുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ അനീഷ് വിജയൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധിയായിരുന്നു. ഇന്നലെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കാണാതായതെന്നായിരുന്നു ഉയർന്ന പരാതി. തുടർന്ന് പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് സഹോദരന്റെ കുറിപ്പ്. കെ അണ്ണാമല ഇനി രാജ്യസഭയിലേക്ക്. സ്ഥാനമൊഴിഞ്ഞ തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയെ രാജ്യസഭയിലെത്തിക്കാൻ BJP നീക്കം. ആന്ധ്രയിൽ ഒഴിവ് വന്ന സീറ്റിൽ അണ്ണാമലയെ മത്സരിപ്പിച്ച് രാജ്യസഭയിലേക്ക് എത്തിക്കാൻ ആലോചന നടക്കുന്നതായാണ് വിവരം. TDP അധ്യക്ഷനും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുമായി BJP നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചതായാണ് സൂചന. YSR കോൺഗ്രസ് MP വിജയ് സായി റെഡ്ഡി രാജിവെച്ച ഒഴിവിൽ അണ്ണാമലയെ പരിഗണിക്കുമെന്നാണ് BJP നേതൃത്വം അഭ്യർത്ഥിച്ചതെന്നാണ് വിവരം. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവം. സുഗാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെതിരെ നടപടി. സുഗാന്തിനെ IB ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. IB പേട്ട പോലീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി പേട്ട പോലീസ് IBക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം IB ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.